ഷാദുലി റാത്തീബില് അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് ഷാദുലി റാത്തീബ് ചൊല്ലുന്നവർ ദിക്ർ ചൊല്ലുന്നു. മഹാനായ അബുൽ ഹസൻ ഷാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബർ ഈജിപ്തിലാണ്. ആ അബുൽ ഹസൻ ഷാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ ശിഷ്യപരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്റുകൾ, അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലുന്നവർ ഉണ്ട്. ആ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുമ്പോൾ അവരുടെ മഹാന്മാരായ ഉസ്താദുമാർ എങ്ങനെയാണോ അവർക്ക് ചൊല്ലിക്കാണിച്ചു കൊടുത്തത് അതേപോലെ അത് ചൊല്ലുന്നവർ ഉണ്ട്. ദിക്റിൽ ലയിച്ച് മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ ശരീരം കൊണ്ട് ആടിപ്പോകും. അങ്ങനെ ആടിപ്പോകുന്ന പതിവ് മഹാന്മാരായ സഹാബത്തിനും ഉണ്ടായിരുന്നുവെന്ന് അതാ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. عن فضيل بن عباس أنه قال أصحاب رسول الله صلى الله عليه وسلم إذا ذكروا الله تمايلوا يمينا وشمالا كما يتمايل الشجر في الريح العاصف. അടിച്ചു വീശുന്ന കാറ്റിൽ മരം ചായുന്നത് പോലെ അതാ സഹാബത്ത് ദിക്ർ ചൊല്ലുമ്പോൾ ആടിപ്പോകാറുണ്ടെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആടുക എന്ന പതിവ് അങ്ങനെ നിലനിന്ന് വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, തമാശക്ക് വേണ്ടി ഊക്ക് നോക്കാൻ വേണ്ടി പോകുന്ന ആട്ടമല്ല, ഊക്ക് നോക്കാൻ വേണ്ടിയുള്ള തമ്മാടിത്തത്തിന്റെ ആട്ടമല്ല. ദിക്ർ ചൊല്ലുന്ന സമയത്ത് ആടുകയാണ്. നമ്മൾ തേങ്ങ ചുരണ്ടുന്ന സമയത്ത് തലകുലുങ്ങും. അതങ്ങനെ കുലുങ്ങിക്കൊണ്ടല്ലാതെ തേങ്ങ ചുരണ്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഔലിയാക്കളു അവരാ ദിക്റിൽ ഇങ്ങനെ ലയിക്കുമ്പോ അവരിങ്ങനെ ശരീരം കൊണ്ട് മാടി ദിക്ർ വരും. അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? മൗലവിയുടെ വാദം അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാര്യം ഹറാമാണെന്നോ ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയാൻ മൗലവിക്ക് അധികാരമുണ്ടോ? മൗലവി അല്ലാഹു ആണോ? മൗലവി അല്ലാഹുവിന്റെ റസൂലാണോ? ഏത് വിധത്തിലാണ് ഇവർ ശിർക്കാണെന്ന് പറയുന്നത്? പരിശുദ്ധ ഖുർആനിലുണ്ടോ ദിക്ർ ചൊല്ലി പാടുന്നത് ഹറാമാണെന്ന്? ഖുർആനിലുണ്ടോ? എന്നാ ആയത്ത് കേൾക്കട്ടെ. ഹദീസിലുണ്ടോ? എന്നാ ഹദീസ് കേൾക്കട്ടെ. മൗലവി എന്ന് പറഞ്ഞാൽ മതി. മൗലവി എന്ന് പറഞ്ഞാൽ അതുണ്ട്. പാതിരി പറഞ്ഞാൽ മതമാകുന്ന കമ്പനി ഉണ്ട്. ഞങ്ങൾ അങ്ങനല്ല. തെളിവുണ്ടോ? മൗലവി ഹറാമാണെന്ന് പറഞ്ഞാൽ മതിയോ? അതിന് തെളിവുണ്ടോ? ഇങ്ങനെ കാണുന്നതൊക്കെ ഹറാമാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. ആ ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഖുർആൻ അല്ലാഹു പറയുന്നത് യഹൂദികളെ ഏർപ്പാടാണ്. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. റാത്തീബ് ഹറാമാക്കുന്ന മുജാഹിദ് മൗലവിമാരെ, റാത്തീബിന്റെ ദിക്ർ ചൊല്ലുമ്പോൾ ആടിപ്പോയാൽ അത് കടുത്ത ഹറാമാണെന്ന് പറയുന്ന മൗലവിമാരെ, നിങ്ങളെ നെഞ്ഞത്തേക്കല്ലേ ഖുർആനിന്റെ ചോദ്യം, ഖുർആനിന്റെ നിർദ്ദേശം? വലാ തഖൂലൂ, നിങ്ങൾ പറയല്ല ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ, നിങ്ങളെ നാവ് കൊണ്ട് പച്ചക്കള്ളം പറയല്ല. ഹാദാ ഹലാൽ, ഇത് ഹലാലാണ്, വഹാദാ ഹറാം, ഇത് ഹറാമാണ് എന്നിങ്ങനെ കള്ളം പറയല്ല. ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ, അള്ളാന്റെ പേരിൽ കള്ളം പറയല്ല. ഒരു ഹറാമും ഹലാലൊക്കെ അള്ളാക്കിയാലേ ആവുള്ളൂ, നിങ്ങൾക്ക് പറയാൻ അധികാരമില്ല. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന ഒരൊറ്റ മൗലവിയും വിജയിക്കൂല കേട്ടോ, ഒരാളും വിജയിക്കൂല കേട്ടോ. അല്ലെങ്കിൽ മൗലവി കൊണ്ടുവാ, സെനതോടെ കൊണ്ടുവാ. റാത്തീബിൽ പാടിയാലെ ഹറാമാണെന്നതിന് ഹദീസ് കൊണ്ടുവാ, ഖുർആൻ ആയത്ത് കൊണ്ടുവാ. ഇല്ലല്ലോ, പിന്നെ എന്തിനെ കൊണ്ടുവന്ന് കാണിച്ചത്? ഷാദുൽ റാത്തീബ്, ഷാദുൽ റാത്തീബിന് ആടുന്നു. ഇത് മൂപ്പര് ചോദിക്കാണ്, ഷാദുൽ റാത്തീബിന് ആടുന്നതിന് സെനതുണ്ടോ മുസ്ലിയാരെ? നിന്നോട് ഇങ്ങോട്ട് ചോദ്യം. ആടണ്ടാന്നുള്ളതിന് സെനതെവിടെ മുസ്ലിയ മൗലവി? ആടിക്കൂടാന്നുള്ളതിന്റെ സെനതെവിടെ? അതാ ഹറാമെന്ന് പറഞ്ഞ തെളിവ് വേണ്ടേ മൗലവി? നേരെ മറിച്ച് ഒരു അനുവദനീയമായ കാര്യം അതിനെന്തിനു തെളിവ്? ഞാനിപ്പോ പ്രസംഗിക്കുമ്പോ ഇങ്ങനെയൊക്കെ കൈയോടൊക്കെ കാണിക്കുന്നത്, അതിനൊക്കെ ഖുർആനിൽ തെളിവ് വേണോ? അതിനൊക്കെ സെനത് വേണോ?
ഇവിടുന്നാണ് ഇവരൊക്കെ ഇസ്ലാം മതം പഠിച്ചത്. 8 മുൻഗാമികളായ മുഴുവൻ ആളുകളും യഹൂദികളാണ് എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടു. പാരമ്പര്യമെത്തുന്നത് ജൂദായിസത്തിലേക്കാണ് കേട്ടോ, അതിന്റെ സന്തതികളായ ഷിയായിസത്തിലേക്ക് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹറാമാവും. ഗുരുവായൂർ അമ്പലം ചുറ്റുന്നൊരു പരിപാടിയുണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കഅബ ശരീഫിന്റെ അടുക്ക പോയിട്ട് അത് ചുറ്റുന്നത് ഹറാമാവോ ശിർക്കാവോ? മൗലവി പറ. ഇനി അടുത്ത വരയിൽ കൊണ്ടുപോവാ. എന്ത്? ആദ്യം മുസ്ലിമീങ്ങൾ കഅബ തവാഫ് ചെയ്യുന്ന ഒരു ചിത്രം കൊണ്ടുവരിക, സ്ക്രീനിൽ വെച്ച് കാണിക്കുക. രണ്ടാമത് ഗുരുവായൂർ ചുറ്റുന്ന ഒന്ന് കൊണ്ടുവരിക, എന്നിട്ട് അതും കാണിക്കുക. എന്നിട്ട് പറയാ ഇതിരാ ഹിന്ദുക്കളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയാ. മൗലവി നീണ്ട തൊള്ളയോടുകൂടി നാദാപുരത്ത് വന്നിട്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കില്ലേ? സനതുണ്ടോ മുസ്ലിയാരേ? ഞാനിവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനും പോകുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ മൗലൈമാരെ, അതല്ലെങ്കിൽ ഇതാ സലഫികളെ, മുജാഹിദുകളെ, നിങ്ങൾ ഈ ചോദിച്ച ഇന്ന കാര്യം ഇതാ റസൂലുള്ള പറഞ്ഞതാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതാണ്, നാഫിഉ കേട്ടതാണ്, ഇമാം മാലിക് കേട്ടതാണ്, ഷഫീ ഇമാം കേട്ടതാണ്. അതല്ലേ നിങ്ങളുടെ പരമ്പരയിലെ അങ്ങേ തലയിലെ 5 ആളുകൾ അവിടുന്ന് അങ്ങോട്ട് ഈ പറയാൻ പോകുന്ന ഓരോന്നും നിങ്ങൾ തെളിയിക്കണേ. മൗലൈമാരെ, എന്തിനാണ് നിങ്ങൾ അതാ വയ്യാവയിലേക്ക് പോകുന്നത്? സനദടക്കമുള്ള ഹദീസ് പറഞ്ഞിട്ടില്ലേ? ബുഖാരിയിലെ ഹദീസ്, അതിന്റെ തെളിവോടുകൂടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞിട്ടില്ലേ? നവവി ഇമാമിന്റെ മിൻഹാജിൽ വന്നത് വിശദീകരിച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ലർറഖസു, അതാ ആടുന്നത് തെറ്റല്ല, ഫലാ യഹ്റുമു, അത് ഹറാമല്ല, വലാ യുക്റഹു, അത് കറാഹത്തുമല്ല, ലിഅന്നഹു മുജറദു ഹറകാത്തിൻ അല ഇസ്തിഖാമത്തിൻ അവ ഇജാദിൽ, അല്പം ചെരിഞ്ഞോ മറിഞ്ഞോ ഉള്ള ചലനം മാത്രമാണത്. ആ ചലനം അതാ ഹറാമല്ല, കറാഹത്തുമല്ല. എന്താ തെളിവ്? വലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അഖറൽ ഹബശത അലൈഹി ഫീ മസ്ജിദിഹി യൗമ ഈദ്. റവാഹുൽ ശൈഖാനി, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഹബ്ശീനക്കാർ വന്നിട്ട് അവര് പള്ളിയിൽ വെച്ച് അവരതാ ആടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആടുന്നത് ഹറാമല്ല, കറാഹത്തല്ല. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിന് സനദ് വേണോ മൗലവി? എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഉസ്താദ് മുതൽക്ക് അതാ അങ്ങോളം വായിച്ച റസൂലുള്ള വരെ വായിച്ച സനദില്ലേ, അത് തന്നെ ഒന്നങ്ങ് വായിച്ച് കേട്ട് പഠിച്ചോ മൗലവി. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ് കേട്ടോ. ഖുർആനും ഹദീസും ഒരു ചുക്കും പഠിക്കാതെ നിങ്ങളോട് ആരാണ് മതം പറയാൻ ഏൽപ്പിച്ചത്? ഏത് യഹൂദിയാണ് നിങ്ങളെ പറഞ്ഞേച്ചത്? അതിന്റെ മറുപടി സമുദായത്തോടൊന്ന് പറയണം. ഞങ്ങളെ ഷാദുൽ റാത്തീബിനെ വിമർശിച്ചാൽ പോരാ, ഞങ്ങൾ യഹൂദികളാണ്, ശിയാക്കളാണെന്ന് നാവ് കൊണ്ടങ്ങ് പറഞ്ഞാൽ പോരാ. മൗലവിനെ കൊണ്ടെന്നൊന്ന് ദിക്ർ ശരീരം കൊണ്ടുണ്ട് എന്നൊന്ന് പറയിച്ചാ പിന്നെ ഇനിയിപ്പോ ഇതിന്റെ ലൈഫ് ഒന്നും നോക്കണ്ടല്ലോ. അത് പറയിച്ചാട്ടോ മോനെ, ദിക്ർ ശരീരം കൊണ്ടുണ്ട്, അവയവങ്ങളെ കൊണ്ട് ദിക്റുണ്ട് എന്ന് പറയുന്നത് കേൾക്കട്ടെ. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. അവയവങ്ങളെ കൊണ്ടുള്ള ദിക്ർ എങ്ങനെ മൗലവി? ഏതവയവം കൊണ്ടാണുള്ളത്? അതൊക്കെ ഒന്ന് വിശദീകരിക്കണം, നന്നായൊന്ന് വിശദീകരിക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ ഈ മൗലവി ചോദിക്കുന്നത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പറ്റുമോ? അത് സാമിരിന്റെ പരിപാടിയല്ലേ, യഹൂദിന്റെ പരിപാടിയല്ലേ? എന്നാ മൗലവി സനദ് വായിക്കണേ. മൗലവി ഉണ്ട് ഇവിടുന്നൊരു ദിക്ർ കാണിക്കുന്നു. മൗലവി പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്ന സമയത്ത് കടുത്ത തെറ്റ്, കടുത്ത ഹറാമ്, നിങ്ങളെപ്പോലത്തെ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ വെറുതെ ഹറാമ് പറയൂല, വെറുതെ ഹലാല് പറയൂല, തെളിവുള്ളതേ പറയൂ. അതാ സുന്നി. കേട്ടോ എന്താ മൗലവി ചെയ്തതെന്നറിയോ? മൗലവി പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു ഉമ്മാമയായി. ഉമ്മാമി പെണ്ണിന്റെ കോലം കെട്ടിയിട്ട് നാദാവത്ത് തന്നെ. മൗലവിന്റെ അനക്കവും ആട്ടമൊക്കെ നിങ്ങളൊന്ന് കണ്ടോളി.
മുജാഹിദ് പള്ളി എവിടെയാ കുട്ടികളെ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടികളെ? വായിക്കൂ മൗലവി, സനദ് വായിക്കൂ. അള്ളാഹുവിന്റെ റസൂല് പ്രസംഗത്തിനിടയിൽ പെണ്ണുങ്ങളെ കോലം കെട്ടിയിട്ട് ഇങ്ങനെ ആടിയതായ ഹദീസിന്റെ സനദ് വായിക്കൂ മൗലവി. സഹാബത്തിലൂടെ അങ്ങനെ ഇങ്ങനെ കിട്ടിയ റിപ്പോർട്ടൊന്ന് വായിക്കൂ മൗലവി. വായിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് കടുത്ത ഹറാമാണെന്ന് ഒന്ന് പ്രഖ്യാപിക്കൂ മൗലവി. ഇനി ഞാനത് ഹറാമാണെന്നതിന് തെളിവ് പറയട്ടെ. ബാബുൽ മുതശബ്ബിഹീന ബിന്നിസാഇ വൽ മുതശബ്ബിഹാതി ബിർരിജാൽ, സഹീഹുൽ ബുഖാരിയിലെ ബാബാണ്. ആ ബാബിലെ ഹദീസ് കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കോലം കെട്ടുന്നവർ, പെണ്ണുങ്ങളോട് തുല്യതയായി കാണിക്കുന്നവർ, അവരെ റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തിരിക്കുന്നു. മൗലവി ശാദുൽ റാത്തീബിനെ എതിർത്ത നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ലഅനത്താണ് കേട്ടോ. ലഅനത്തും വാങ്ങിയിട്ട് പോയിക്കോ ഷാർജയിലേക്ക്. ബുഖാരിയിലുള്ള ലഅനത്താണ്, സനദൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ ആടുന്നതിന് കൊണ്ടുവാ, സനദ് കൊണ്ടുവാ, റിപ്പോർട്ട് കൊണ്ടുവാ മൗലവി. നിങ്ങളെപ്പോലെ തൊള്ളയെ തോന്നിയത് പറയലല്ല ഞങ്ങള്, തെളിവുള്ളതേ സുന്നത്ത് ജമാഅത്ത് പറയൂ. ഇനി നിങ്ങൾക്ക് വേറൊരു മൗലവിന്റെ കേൾക്കണോ? അതിനും കേട്ടോളാം നമുക്ക് സനദ്. എന്താണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൗലവി കൂക്ക് വിളിക്കുന്നു. ഒരു കൂക്കല്ല 10 കൂക്ക്. അവിടുന്ന് മൗലവി വന്നിട്ട് റസൂലുള്ളാഹിന്റെ കുപ്പ വിളിക്കണോ എന്ന് പറയുന്ന മൗലവിയാ. മൗലവി വന്ന് തോന്നിവാസം പറഞ്ഞപ്പോ ചെറുപ്പക്കാർ കുട്ടികൾ അപ്പുറത്ത് കൂക്ക് കളിക്കാൻ തുടങ്ങിയ സ്വാഭാവികല്ലേ. തോന്നിവാസം പറഞ്ഞാൽ കൂക്ക് കളിക്കൂലേ? അപ്പൊ മൗലവി എന്താ ചെയ്തോ? സ്റ്റേജ് വന്ന് മൂപ്പരം കെട്ട് കൂക്കി 10 കൂക്ക് ഒന്നായിട്ട്. അതിന് തെളിവ് പറയണം നിങ്ങൾ. സെനദില്ലാണ്ടുകളൊന്നും ചെയ്യൂലെന്നല്ലേ? കണ്ടില്ലേ? റസൂലിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൂക്ക് വിളിച്ചിട്ടുണ്ടോ മൗലവി പ്രസംഗിക്കുന്നതിനിടയിൽ? സഹാബത്ത് കൂക്ക് വിളിച്ചിട്ടുണ്ടോ? തെളിവ് കൊണ്ടുവാ മൗലവിമാരെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി അതാ എന്നെ പരിഹസിക്കുന്നു. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു വിഭാഗവും ഒരു കക്ഷിയും മറ്റൊരു കക്ഷിയെ പരിഹസിക്കരുതെന്നല്ലേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്? ഖുർആനെതിരായി സെലഫി എന്നെ പരിഹസിക്കുന്നു. എങ്ങനെ പരിഹാസം എന്നറിയോ? ഞാൻ സാധാരണ പ്രസംഗിക്കാൻ പോകും, ഇങ്ങനെയൊക്കെ തന്നെയാ പോവാ. നല്ല തണുപ്പുള്ള സമയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ശ്വാസം മുട്ടിന്റെ അസുഖം കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു, പിന്നെ സുഖപ്പെട്ടു പോയി. എന്നാലും തണുപ്പ് കൊള്ളാനൊന്നും പോവില്ല. തണുപ്പുണ്ടായാലൊക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ പൊടിപടലം കയറിയാൽ ബുദ്ധിമുട്ടാവും, അലർജി. ഞാനൊരു ദിവസം തണുപ്പുള്ളത് കൊണ്ട് ഒരു സാലെടുത്ത് തലയിലോട്ട് എങ്ങനെ കെട്ടി, എന്നിട്ട് പ്രസംഗിക്കുകയാണ്. അത് മൂപ്പര് കൊണ്ടുവന്ന് ആദാപുരത്തുനിന്ന് കാണിച്ച് എന്നെ പരിഹസിക്കുകയാണ്. പരിഹസിക്കുന്നതിന് ഏതാ ഹദീസ് തെളിവ് മൗലവി? ഒന്ന് വെച്ചോട്ടവനെ. അതെന്തറിയോ? ഞാൻ അന്ന് പ്രസംഗിച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള കാണിച്ചിട്ട് അയാൾ എന്നെ പരിഹസിക്കുന്ന നിങ്ങളിപ്പോ കണ്ട്. പരിഹാസം ഇപ്പൊ കാണിച്ചത് മറ്റേ നേരത്തെ നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടതല്ലേ? അപ്പോ സഹോദരന്മാരെ, പരിഹാസം ഇതിന് ഏത് ഹദീസിലാണ് മൗലവി തെളിവ്? ഏത് ആയത്തിലാ മൗലവി തെളിവ്? അതിനെന്താ സനദ്? നിങ്ങളെ ഷാദിൽ റാത്തീബിന്റെ തെളിവ് ചോദിച്ച നിങ്ങളോട് ചോദിക്കാണ്. ഷാദിൽ റാത്തീബിന്റെ ആട്ടത്തിന് സനദും വായിച്ച് ബുഖാരിയും മുസ്ലിമും വായിച്ച് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് പിന്നെ ആ ചോദ്യം, നിങ്ങളെ ഈ പരിപാടിക്കൊക്കെ തെളിവെവിടെ മൗലവി? ഇനി നിങ്ങൾക്ക് കാണണോ? നമ്മളെ റാത്തീബല്ലേ, ഇവരെ റാത്തീബിന്റെ പോലെ എങ്ങനെ അറിയോ? നെറ്റീബിൽ കുറി തൊടുക, എന്നിട്ട് പരശുരാമനാകുക. പിന്നെയോ പിന്നെ ഈ മെഴുകുതിരിയും കത്തിച്ചിട്ട് എന്താണ് അതിന്റെ പേര്? താലപ്പൊലി നടത്തുക. പിന്നെ പുലിവേഷം കെട്ടുക, എന്നിട്ട് തുള്ളുക. നമ്മൾ ഷാദിലി റാത്തീബിൽ അല്ലാഹ് 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 തന്നെ ആടിപ്പോയ വലിയ വിഷയം. അതേ സമയത്ത് ഇവര് അതൊന്ന് കാണിച്ചു വിട്ടാവനെ ഗീത പാടുന്നത്
ഇവിടുന്ന് പയ്യോളിന്ന് മുജാഹിദികൾ ഇറക്കി അമ്പലത്തിൻ്റെ മുജാഹിദികൾ പയ്യോളിന്ന് സെലഫി ഇതിന്റെ സനദ് എവിടെ? ഇതിന്റെ ഹദീസ് എവിടെ? ഇതിന്റെ ഖുർആൻ എവിടെ? മുസ്ലിം സമുദായത്തോട് മറുപടി പറയണം. യഹൂദികളോട് എന്തെങ്കിലും വാങ്ങി വന്നിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചാൽ പോരാ, ഇതിനൊക്കെ മറുപടി പറയണം. ഇത് നിങ്ങൾ അതാ മുജാഹിദുകൾ ചെയ്തതല്ലേ? ഇതിന്റെ മറുപടി എവിടെ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഞങ്ങൾ ജൂതന്മാരാണല്ലേ, ഞങ്ങൾ ശിയാക്കളാണല്ലേ, മൗലവി എന്തിന് നിങ്ങൾ ഇങ്ങനെ വടി കൊടുത്തിട്ട് അടി വാങ്ങണം?